Dear friends, welcome back to Cost Accounting lecture series. Cost Accounting lectures continue. Today's topic, first of all, material requisition. It is a document prepared by the user department, that is production department. Production department മെറ്റീരിയൽസിന് ആവശ്യം വരുമ്പോൾ സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അയക്കുന്ന ഒരു ഡോക്യുമെൻ്റാണ് മെറ്റീരിയൽ റിക്വസിഷൻ, അതർവൈസ് നോൺ ആസ് മെറ്റീരിയൽ റിക്വസിഷൻ നോട്ട്. ഇതനുസരിച്ചാണ് സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മെറ്റീരിയൽ അയക്കുന്നത്. ഇതനുസരിച്ചാണ് സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ആവശ്യമായ മെറ്റീരിയൽസുകൾ അയക്കുന്നത്. മെറ്റീരിയൽ റിക്വസിഷൻ ഈസ് ജനറലി പ്രിപ്പയർഡ് ഇൻ ട്രിപ്ലിക്കേറ്റ്. 3 കോപ്പി തയ്യാറാക്കുന്നുണ്ട്. ഇതിൻ്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത് 1 കോപ്പി ഈസ് റീറ്റെയിൻഡ് ഫോർ റെഫറൻസ് ബൈ ദ ഡിപ്പാർട്ട്മെൻറ്റ് വിച്ച് ഇഷ്യൂസ് ഇറ്റ്. മെറ്റീരിയൽ ഇഷ്യൂ ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ഒരു കോപ്പി സൂക്ഷിക്കുകയും ശേഷം മറ്റ് 2 കോപ്പി സ്റ്റോർ കീപ്പർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുന്നു. ദ സ്റ്റോർ കീപ്പർ റീറ്റെയിൻസ് 1 കോപ്പി ആൻഡ് ദ അതർ കോപ്പി ഈസ് സെൻഡ് ടു ദ കോസ്റ്റ് അക്കൗണ്ടിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഫോർ പ്രൈസിംഗ് ആൻഡ് റെക്കോർഡിംഗ് ആൻഡ് ദ ലൈക്ക്. സ്റ്റോർ കീപ്പർ ഒരു കോപ്പി തൻ്റെ കൈവശം സൂക്ഷിക്കുകയും മറ്റൊരു 3ാമത് കോപ്പി കോസ്റ്റ് അക്കൗണ്ടിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അയക്കുകയും ചെയ്യുന്നു. ഇതാണ് ഇതിൻ്റെ പ്രൊസീജിയർ. മെറ്റീരിയൽ റിക്വസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് പ്രൊഡക്ഷൻ നടത്താൻ ആവശ്യമായ മെറ്റീരിയൽസ് ലഭിക്കാൻ വേണ്ടി സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അയക്കുന്ന ഒരു ഡോക്യുമെൻ്റാണ് മെറ്റീരിയൽ റിക്വസിഷൻ. ഓക്കെ, അതിൻ്റെ ഫോർമാറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ജസ്റ്റ് ഫോർമാറ്റ് പരിചയപ്പെട്ടാൽ മതിയാവും. മെറ്റീരിയൽസിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും അതിലുണ്ടാവും. ഡിസ്ക്രിപ്ഷൻ, ക്വാണ്ടിറ്റി റിക്വയർഡ്, ക്വാളിറ്റി, യൂണിറ്റ് കോസ്റ്റ്, ടോട്ടൽ കോസ്റ്റ്, ജോബ് നമ്പർ ഓർ കോസ്റ്റ് സെൻറ്റർ, ഇതെവിടേക്കാണ് വേണ്ടത്, എത്ര വേണം, എങ്ങനെയുള്ളത് വേണം എന്നുള്ള ഡീറ്റെയിൽസ്, അതിൻ്റെ കോസ്റ്റ് അടക്കം എല്ലാ ഡീറ്റെയിൽസും ഉൾക്കൊള്ളുന്ന ഒരു ഫോമാണ്, ഒരു നോട്ടാണ് മെറ്റീരിയൽ റിക്വസിഷൻ. തയ്യാറാക്കുന്നത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ ഫോർമാനാണ്. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ ഫോർമാൻ, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. ഓക്കെ, ഇനി നമ്മൾ മറ്റ് 2 ടേംസുകൾ കൂടെ പരിചയപ്പെടുകയാണ്. അതായത് സ്റ്റോർ കീപ്പർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ചില റെക്കോർഡുകൾ. ഫസ്റ്റ് ഓഫ് ഓൾ ബിൻ കാർഡ്, ദെൻ സ്റ്റോഴ്സ് ലെഡ്ജർ. 2 റെക്കോർഡ്സുകളെ കുറിച്ചാണ് പരിചയപ്പെടുന്നത്. വാട്ട് ഈസ് ബിൻ കാർഡ്? Bin card. Bin is a place, rack or cupboard where materials are stored. Bin എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇറ്റ് ഈസ് എ പ്ലേസ് ഓർ റാക്ക് ഓർ കപ്ബോർഡ് വേർ മെറ്റീരിയൽസ് ആർ സ്റ്റോർഡ്. മെറ്റീരിയൽസ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു റാക്ക്, കപ്ബോർഡ്, പ്ലേസ്, അതിനൊക്കെയാണ് നമ്മൾ ബിൻ എന്ന് പറയുന്നത്. എന്നാൽ ബിൻ കാർഡ് എന്താണ്? എ കാർഡ് ഈസ് അറ്റാച്ച്ഡ് ടു ഈച്ച് ബിൻ. എന്തിനു വേണ്ടി? ഫോർ ഇൻഡിക്കേറ്റിംഗ് ദ സ്റ്റോക്ക് പൊസിഷൻ ഓഫ് ദ ബിൻ. ദിസ് കാർഡ് ഈസ് നോൺ ആസ് ബിൻ കാർഡ്. അപ്പോൾ ബിൻ കാർഡ് എന്ന് പറഞ്ഞാൽ ഈ പറയപ്പെട്ട ഓരോ ബിന്നും ആ ബിന്നിൽ മെറ്റീരിയൽസിൻ്റെ ഡീറ്റെയിൽസ് കാണിക്കാൻ വേണ്ടി, സ്റ്റോക്ക് പൊസിഷൻ കാണിക്കാൻ വേണ്ടി, സ്റ്റോക്ക് പൊസിഷൻ സൂചിപ്പിക്കുന്ന ഒരു കാർഡ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ആ കാർഡിനെയാണ് ബിൻ കാർഡ് എന്ന് പറയപ്പെടുന്നത്. സ്റ്റോഴ്സ് കാർഡ് എന്നും പറയാറുണ്ട്. ഓക്കെ, എന്നാൽ എന്താണ് സ്റ്റോഴ്സ് ലെഡ്ജർ? സ്റ്റോഴ്സ് ലെഡ്ജർ ഈസ് മെയിൻറ്റെയിൻഡ് ബൈ ദ സ്റ്റോഴ്സ് അക്കൗണ്ടിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്. പ്രധാനപ്പെട്ട ഒരു റെക്കോർഡാണ് സ്റ്റോഴ്സ് ലെഡ്ജർ. അക്കൗണ്ടിംഗ് ഡിപ്പാർട്ട്മെൻറ്റാണ് ഇത് കീപ്പ് ചെയ്യുന്നത്. മെറ്റീരിയൽസിൻ്റെ റെസീറ്റ്സ്, ഇഷ്യൂസ് ആൻഡ് ബാലൻസ് ഇത് കാണിക്കാൻ വേണ്ടി
മെയിൻ കോസ്റ്റ് അക്കൗണ്ടിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള സബ്സിഡിയറി അക്കൗണ്ടിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, സ്റ്റോഴ്സുമായി ബന്ധപ്പെട്ട റെക്കോർഡുകൾ ചെയ്യുന്ന അക്കൗണ്ടിംഗ് സെക്ഷൻ, അവിടെയാണിത് സൂക്ഷിക്കുന്നത്, അവരാണിത് പ്രിപ്പയർ ചെയ്യുന്നത്. അതായത് മെറ്റീരിയൽസിൻ്റെ റെസീറ്റ്സ്, എത്ര ക്വാണ്ടിറ്റി, എത്ര വിലയുള്ള മെറ്റീരിയൽസ് വന്നു, വാങ്ങിയ മെറ്റീരിയൽസിൻ്റെ ഡീറ്റെയിൽസ്, റെസീറ്റ്സ്. അതേപോലെ ഇഷ്യൂസ്, സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അയക്കുന്ന മെറ്റീരിയൽസിൻ്റെ ഡീറ്റെയിൽസും ഒരു ഇൻറ്റേർണൽ മാറ്ററാണ്. സ്ഥാപനത്തിനുള്ളിലെ മെറ്റീരിയൽസിൻ്റെ കൈമാറ്റങ്ങളും അതിൻ്റെ റെസീറ്റ്സ് ആൻഡ് ഇഷ്യൂസ് അത് സാധ്യമാക്കാനും എളുപ്പത്തിൽ മെറ്റീരിയൽസിൻ്റെ ഡീറ്റെയിൽസിനെ കുറിച്ച് അറിയാനും വേണ്ടി തയ്യാർ ചെയ്യുന്ന ഒരു റെക്കോർഡാണ് സ്റ്റോഴ്സ് ലെഡ്ജർ. തയ്യാറാക്കുന്നത് കോസ്റ്റ് അക്കൗണ്ടിംഗ് ഡിപ്പാർട്ട്മെൻറ്റാണ്. ഇതിൽ കാണുന്നത് റെസീറ്റ്സ്, ഇഷ്യൂസ് ആൻഡ് ബാലൻസ് ആണ്. എത്ര മെറ്റീരിയൽസ് വന്നു, ഓരോ ഡേറ്റിനും വാങ്ങിച്ച മെറ്റീരിയൽസിൻ്റെ ഡീറ്റെയിൽസ്. അതൊരാഴ്ചത്തേക്കോ ഒരു മാസത്തേക്കോ എങ്ങനെയാണെങ്കിലും സ്ഥാപനങ്ങളുടെ സൗകര്യാനുസരണം തയ്യാർ ചെയ്യാവുന്നതാണ്. റെസീറ്റ്സ്, പിന്നെ ഇഷ്യൂസ്, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അയച്ച മെറ്റീരിയൽസിൻ്റെ ഡീറ്റെയിൽസ്. അയക്കുന്ന രീതി, അതാണ് നമുക്കിനി പ്രോബ്ലമായിട്ട് ചെയ്യാനുള്ളത്. ഇഷ്യൂസ് എന്ന് പറയുന്നത്, ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് പ്രൈസിങ് എങ്ങനെ ഫിക്സ് ചെയ്യും എന്നുള്ളതാണ്. നിലവിൽ പല യൂണിറ്റ് പ്രൈസുള്ള മെറ്റീരിയൽസ് ലഭ്യമായിരിക്കും. ഏത് വേണം പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അയക്കാൻ, അതൊരു ചോദ്യമാണല്ലോ. ഒരാഴ്ച മുമ്പ് വാങ്ങിയതും ഇന്നലെ വാങ്ങിയതും ഇന്ന് വാങ്ങിയതുമായ ഒരുപാട് തരത്തിലുള്ള മെറ്റീരിയൽസ് ലഭ്യമായിരിക്കും. അതിൽ നിന്നും ഏതിനെ വേണം പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അയക്കാൻ, ഇഷ്യൂ ചെയ്യാൻ എന്നുള്ളതൊരു ചോദ്യമാണ്. അതാണ് നമ്മുടെ നെക്സ്റ്റ് പ്രോബ്ലം. മെത്തേഡ്സ് ഓഫ് പ്രൈസിങ് മെറ്റീരിയൽ ഇഷ്യൂ എന്നുള്ള ഒരു ടോപ്പിക്കിൽ നമ്മളത് പഠിക്കും. പല മെത്തേഡുകൾ അവിടെയുണ്ട്, ബേസ്ഡ് ഓൺ ദ സിറ്റുവേഷൻ. ഓരോ മെത്തേഡുകളും സ്യൂട്ടബിൾ ആയിരിക്കും, അതിനനുസരിച്ച് മെത്തേഡ് സെലക്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് സ്റ്റോഴ്സ് ലെഡ്ജറാണ്. അവിടെയും നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ സ്റ്റോഴ്സ് ലെഡ്ജറാണ് തയ്യാറാക്കേണ്ടത്. സ്റ്റോഴ്സ് ലെഡ്ജറിൽ റെസീറ്റ്സും ഇഷ്യൂസും ബാലൻസുമാണ് കാണിക്കുന്നത്. മെറ്റീരിയൽ വന്നത്, ഓരോ ഡേറ്റിനും ഇത്ര വാങ്ങിച്ചു, ഇത്ര യൂണിറ്റ് പ്രൈസ്, ഓക്കെ, ഇത്ര എണ്ണം വാങ്ങിച്ചു, ഒന്നിൻ്റെ വില ഇത്രയാണ്, അപ്പോൾ ടോട്ടൽ എത്രയായി എന്നുള്ള ക്വാണ്ടിറ്റി, റേറ്റ്, എമൗണ്ട്, ഇതാണ് നമ്മൾ സ്റ്റോഴ്സ് ലെഡ്ജർ കാർഡ് അല്ലെങ്കിൽ സ്റ്റോഴ്സ് ലെഡ്ജറിൽ നമ്മൾ കാണിക്കുന്നത്. ഓക്കെ. ഇഷ്യൂസ് അതേപോലെ എത്ര ക്വാണ്ടിറ്റി ഇഷ്യൂ ചെയ്തു, അതിൻ്റെ റേറ്റ് എത്രയാണ്, ടോട്ടൽ എത്ര എമൗണ്ടായി. ഓക്കെ, ഇഷ്യൂവിനെ കുറിച്ച് കൂടുതൽ നമുക്ക് വരും ക്ലാസ്സുകളിൽ പരിചയപ്പെടാം. ഇനി അതേപോലെ ബാലൻസും കാണിക്കും. ഇപ്പോൾ ഇവിടെ നമ്മൾ വിശദമായി പറയേണ്ടതില്ല. ഈ ഒരു സ്റ്റോഴ്സ് ലെഡ്ജർ തയ്യാറാക്കുന്ന പ്രോബ്ലം നമുക്ക് ചെയ്യാനുണ്ട്. ഓക്കെ, ബാലൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിലവിലുള്ള മെറ്റീരിയൽസിൽ നിന്നും പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ എത്ര ബാക്കിയുണ്ടാവും എന്നുള്ളതാണ്. ഓക്കെ, അതും കൃത്യമായിട്ട് അവിടെ കാണിച്ചിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഫോർമാറ്റ് ഇവിടെ കാണാം. സ്റ്റോഴ്സ് ലെഡ്ജർ അക്കൗണ്ടിൻ്റെ ഒരു ഫോർമാറ്റ്, റെസീറ്റ്സ്, ഇഷ്യൂസ്, ബാലൻസ്, ഓരോന്നിൻ്റെയും ക്വാണ്ടിറ്റി, റേറ്റ്, എമൗണ്ട്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ബിൻ കാർഡ് ആൻഡ് സ്റ്റോഴ്സ് ലെഡ്ജർ. രണ്ട് ഡോക്യുമെൻറ്റുകളാണ്. മെറ്റീരിയൽ സ്റ്റോറിങ്ങുമായി ബന്ധപ്പെട്ട രണ്ട് ഡോക്യുമെൻറ്റുകളാണ് ബിൻ കാർഡും സ്റ്റോഴ്സ് ലെഡ്ജറും. നമ്മൾ വിശദമായി പരിചയപ്പെട്ടു. ഇനി അവ തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ബിൻ കാർഡ്, ദെൻ സ്റ്റോഴ്സ് ലെഡ്ജർ. ബിൻ കാർഡ് ഈസ് അറ്റാച്ച്ഡ് ടു ദ ബിൻ, എന്നാൽ സ്റ്റോഴ്സ് ലെഡ്ജർ ഈസ് കെപ്റ്റ് ഇൻ ദ കോസ്റ്റ് ഓഫീസ്. ഡിഫറൻസ് ആണ്. ബിൻ കാർഡ് ഓരോ ബിന്നിലും അറ്റാച്ച് ചെയ്ത കാർഡാണല്ലോ.
സ്റ്റോക്കിൻ്റെ പൊസിഷൻ കാണിക്കാൻ വേണ്ടി ഓരോ ബിന്നിലും അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർഡിനെയാണ് ബിൻ കാർഡ് എന്ന് പറയുന്നത്. എന്നാൽ സ്റ്റോഴ്സ് ലെഡ്ജർ എവിടെയാണ് കാണുന്നത്? കോസ്റ്റ് ഓഫീസിലാണ്. മറ്റൊരു ഡിഫറൻ്റാണ്, ഇറ്റ് ഈസ് മെയിൻറ്റെയിൻഡ് ബൈ സ്റ്റോർ കീപ്പർ. എന്നാൽ ഇറ്റ് ഈസ് മെയിൻറ്റെയിൻഡ് ബൈ കോസ്റ്റ് ക്ലർക്ക്. ഓക്കെ, ബിൻ കാർഡ് തയ്യാറാക്കുന്നത് സ്റ്റോഴ്സ് കീപ്പറാണ്. എന്നാൽ സ്റ്റോഴ്സ് ലെഡ്ജർ കോസ്റ്റ് ക്ലർക്കാണ്. കോസ്റ്റ് അക്കൗണ്ടിങ് സെക്ഷൻ്റെ ഒരു പോർഷനാണ് ഈ പറയപ്പെട്ട സ്റ്റോഴ്സ് അക്കൗണ്ടിങ് സെക്ഷൻ. അവിടെയുള്ള ക്ലർക്കാണ് സ്റ്റോഴ്സ് ലെഡ്ജർ തയ്യാറാക്കുന്നത്. ഇറ്റ് ഈസ് എ റെക്കോർഡ് ഓഫ് ക്വാണ്ടിറ്റി ഓൺലി. ബിൻ കാർഡിൻ്റെ കേസിൽ റെക്കോർഡ് ഓഫ് ക്വാണ്ടിറ്റി ഓൺലി. എന്നാൽ ഇൻ കേസ് ഓഫ് സ്റ്റോഴ്സ് ലെഡ്ജർ ഇറ്റ് ഈസ് എ റെക്കോർഡ് ഓഫ് ബോത്ത് ക്വാണ്ടിറ്റി ആൻഡ് വാല്യൂ. സ്റ്റോഴ്സ് ലെഡ്ജറിൽ ക്വാണ്ടിറ്റി മാത്രമല്ല അതിൻ്റെ വിലയും, ഓരോ മെറ്റീരിയൽസിനും എത്ര വില വരുന്നുണ്ട് എന്നുള്ളത് കൂടെ കാണിക്കുന്നുണ്ട്. നിങ്ങൾ ശേഷം കാണും. നമ്മൾ നേരത്തെ പരിചയപ്പെട്ടു സ്റ്റോഴ്സ് ലെഡ്ജറിൻ്റെ ആ ഫോർമാറ്റ്. അവിടെ നിങ്ങൾക്ക് ഓരോന്നിൻ്റെ എമൗണ്ടും കാണാൻ സാധിക്കും. എന്നാൽ ബിൻ കാർഡിൽ ക്വാണ്ടിറ്റി മാത്രമേ കാണുന്നുള്ളൂ. ബിൻ കാർഡിൻ്റെ കേസിൽ എൻട്രീസ് ആർ പോസ്റ്റഡ് ഇൻഡിവിജ്വലി. ഇൻഡിവിജ്വൽ എൻട്രീസ് ആണ് റെക്കോർഡ് ചെയ്യുന്നത്. എന്നാൽ സ്റ്റോഴ്സ് ലെഡ്ജർ കേസിൽ എൻട്രീസ് ആർ പോസ്റ്റഡ് പീരിയോഡിക്കലി ആൻഡ് ഇൻ ടോട്ടൽ. ഓക്കെ, ഇപ്പോൾ സ്റ്റോഴ്സ് ലെഡ്ജറാണ് നമുക്ക് പ്രിപ്പയർ ചെയ്യാനുള്ളത്. അതിൻ്റെ കൂടെ ജസ്റ്റ് ഇങ്ങനൊരു സംവിധാനം ചില സ്ഥാപനങ്ങളിൽ ഫോളോ ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യുകയാണ്. മറ്റൊരു വ്യത്യാസമാണ്, എൻട്രീസ് ആർ പോസ്റ്റഡ് ജസ്റ്റ് ബിഫോർ ദ ട്രാൻസാക്ഷൻ ടേക്ക് പ്ലേസ്. എന്നാൽ ഇൻ കേസ് ഓഫ് സ്റ്റോഴ്സ് ലെഡ്ജർ എൻട്രീസ് ആർ പോസ്റ്റഡ് ആഫ്റ്റർ ദ ട്രാൻസാക്ഷൻസ് ടേക്ക് പ്ലേസ്. ബിൻ കാർഡിൽ എൻട്രീസ് റെക്കോർഡ് ചെയ്യുന്നത് ട്രാൻസാക്ഷൻ നടക്കുന്നതിന് മുമ്പാണ്. എന്നാൽ സാധാരണ അക്കൗണ്ടിങ്, ഒരു ഹിസ്റ്റോറിക്കൽ അക്കൗണ്ടിങ്ങിൽ ചെയ്യുന്നത് പോലെ എൻട്രീസ് ആർ പോസ്റ്റഡ് ആഫ്റ്റർ ദ ട്രാൻസാക്ഷൻ ടേക്ക് പ്ലേസ് ഇൻ കേസ് ഓഫ് സ്റ്റോഴ്സ് ലെഡ്ജർ. ട്രാൻസാക്ഷൻ ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് സ്റ്റോഴ്സ് ലെഡ്ജറിൽ റെക്കോർഡ് ചെയ്യുന്നത്. റെസീറ്റ് വന്നതിന് ശേഷം നമ്മൾ റെസീറ്റ് കോളത്തിൽ റെക്കോർഡ് ചെയ്യും. ഇഷ്യൂ നടന്നിട്ടുണ്ടെങ്കിൽ ഇഷ്യൂ കോളത്തിൽ റെക്കോർഡ് ചെയ്യും. എന്നിട്ട് ബാലൻസ് കൗണ്ട് ചെയ്ത് ബാലൻസ് കോളത്തിൽ റെക്കോർഡ് ചെയ്യും. ഓക്കെ, അതാണ് സ്റ്റോഴ്സ് ലെഡ്ജറിൽ നടക്കുന്നത്. ഇറ്റ് ഈസ് നോട്ട് എ ബേസിക് അക്കൗണ്ടിങ് റെക്കോർഡ്. ബിൻ കാർഡ് ഒരു ബേസിക് അക്കൗണ്ടിങ് റെക്കോർഡല്ല. ഓക്കെ, ഇതൊരു സൗകര്യത്തിന് വേണ്ടി മെറ്റീരിയൽസിൻ്റെ സ്റ്റോക്ക് പൊസിഷൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ബിൻ കാർഡ്. എന്നാൽ സ്റ്റോഴ്സ് ലെഡ്ജർ ഈസ് എ ബേസിക് അക്കൗണ്ടിങ് റെക്കോർഡ് ഓഫ് മെറ്റീരിയൽസ്. കോസ്റ്റ് അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി, കോസ്റ്റ് കൺട്രോൾ ആൻഡ് കോസ്റ്റ് റിഡക്ഷൻ ആൻഡ് കോസ്റ്റ് റെക്കോർഡിംഗ് സാധ്യമാക്കാൻ വേണ്ടി തയ്യാർ ചെയ്യുന്ന ഒരു ബേസിക് അക്കൗണ്ടിങ് റെക്കോർഡ് തന്നെയാണ് സ്റ്റോഴ്സ് ലെഡ്ജർ. ഇൻ കേസ് ഓഫ് ബിൻ കാർഡ്, ട്രാൻസ്ഫർ ഓഫ് മെറ്റീരിയൽസ് ഫ്രം വൺ ഡിപ്പാർട്ട്മെൻറ്റ് ഓർ ജോബ് ടു അനദർ ഡു നോട്ട് അപ്പിയർ. ഓക്കെ, ബിൻ കാർഡിൽ ഏത് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ഏത് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മെറ്റീരിയൽ അയച്ചു എന്നുള്ള ഡീറ്റെയിൽസ് ഒന്നും കാണാൻ സാധിക്കുന്നില്ല. എന്നാൽ സ്റ്റോഴ്സ് ലെഡ്ജറിൽ ട്രാൻസ്ഫർ ഓഫ് മെറ്റീരിയൽ ഫ്രം വൺ ഡിപ്പാർട്ട്മെൻറ്റ് ടു ഓർ വൺ ജോബ് ടു അനദർ വിൽ അപ്പിയർ. ഓക്കെ, കൃത്യമായിട്ട് കാണിച്ചിരിക്കും ഏത് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഏത് സെക്ഷനിലേക്ക്, ഏത് കോസ്റ്റ് സെൻറ്ററിലേക്ക് മെറ്റീരിയൽസ് പോയി എന്നുള്ളത്, എവിടെ നിന്ന് എങ്ങോട്ട് ട്രാൻസ്ഫർ ആയി എന്നുള്ളത് കൃത്യമായിട്ട് കാണിച്ചിരിക്കുന്ന ഒരു റെക്കോർഡാണ് സ്റ്റോഴ്സ് ലെഡ്ജർ. Okay, these are the differences between bin card and stores ledger. Friends, let us see again with another topic in another video.